ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ 4 മണി പലഹാരമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസായിട്ടുള്ള സവോള വളരെ നീളത്തിൽ കനം കുറച്ചിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എത്രത്തോളം കനം കുറച്ച് അരിയാൻ പറ്റുന്നോ അത്രയും കനം കുറയ്ക്കുക. അപ്പോൾ ഇത് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വാർന്നിട്ട് വാലാൻ വെച്ചിട്ടുള്ള സവോളയാണിത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്, നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ സവോള നന്നായിട്ടൊന്ന് തിരുമിയെടുക്കണം. ഇതിനകത്ത് സവോളകളൊന്നും ഒട്ടിപ്പിടിക്കാതെ ഇതേ കണക്കിന് ഇങ്ങനെ വേറിട്ട് രീതിയിൽ ഇങ്ങനെ നിൽക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ഈ ഒരു സവോളയുടെ പരിവെന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് കാര്യങ്ങൾ ചേർക്കാന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഇതിനകത്തോട്ട് നമുക്ക് കടലമാവ് അല്ലെങ്കിൽ കടലപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കടലപ്പൊടി ഞാൻ നേരിട്ട് തന്നെ ചേർക്കുന്നില്ല, കാരണം ചെറിയ ചെറിയ കട്ടകളൊക്കെ എടുക്കുന്നത് കൊണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കടലപ്പൊടി ഒരു അരിപ്പയിലൊന്നിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഇതാ കടലപ്പൊടി ഒന്ന് അരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് അതേ അളവിൽ അരിപ്പൊടി ആണെങ്കിലും ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, കുനുകുന അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് പച്ചമുളക് എരിവിനനുസരിച്ച് ഞാൻ 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഇഞ്ചി അതും ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 1 ഉരുളൻകിഴങ്ങ്, ഞാനിവിടെ വലിയ ഉരുളൻകിഴങ്ങാണ് എടുത്തിരുന്നത്, അതിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് എടുത്താൽ മതിയാവും. അത് പുഴുങ്ങിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 നുള്ള് കായത്തിൻ്റെ പൊടി, പെരുങ്കായത്തിൻ്റെ പൊടി ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് 1.5 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ മുളക് പൊടിയാണ് എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് ഗരം മസാലപ്പൊടിയാണ് ചേർക്കുന്നത്. അതൊരു 1/4 ടീസ്പൂൺ മതി, ഒത്തിരി കൂടണ്ട. ഒത്തിരി കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കുത്തൽ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർക്കുക. പിന്നെ ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെ ഒരു കണക്കൊക്കെ അനുസരിച്ചിട്ടാണ്. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് അടുത്തത് കറിവേപ്പിലാണ് ചേർക്കുന്നത്. അത് നമുക്ക് കീറിയിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണെങ്കിലും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലേക്ക് പകരം നിങ്ങൾക്ക് മല്ലിയിലയാണെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം, അതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ. പിന്നെ ചേർക്കുന്നത് നാരങ്ങയുടെ നീരാണ്. അതൊരു 1/2 ടീസ്പൂൺ വരെ നമുക്ക് നാരങ്ങയുടെ നീര് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ നാരങ്ങയുടെ നീര് ഇതിനകത്ത് പിഴിഞ്ഞിട്ട് ഈ നാരങ്ങയുടെ തൊലി ഇതും കൂടെ ചേർത്തിട്ടാണ് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് അതെടുത്ത് കളയാം. അപ്പം ഈ ഒരു നാരങ്ങയുടെ തൊലി ഇതുപോലെ ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ അത് കഴുകി നന്നായിട്ട് വൃത്തിയാണെന്നുള്ളത് ഉറപ്പ് വരുത്താം. അപ്പം ഇനി ചെയ്യാനുള്ളത്, നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട. അതിനകത്ത് കാരണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്ന ഒരു ഉരുളൻകിഴങ്ങിനകത്ത് അത്യാവശ്യം ഒരു നനവയ്ക്കുണ്ട്. ഇനി നിങ്ങൾക്ക് പോരാ എന്ന് തോന്നുവാണെങ്കിൽ മാത്രം അല്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒട്ടും തന്നെ വെള്ളം എനിക്ക് ഉപയോഗിക്കേണ്ട വന്നിട്ടില്ല, തളിച്ചു പോലും കൊടുക്കേണ്ട വന്നിട്ടില്ല. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആ കുഴച്ചെടുക്കുന്ന നേരം കൊണ്ട് ഞാൻ നിങ്ങൾക്കൊന്നൊരു പുതിയ ചാനൽ പരിചയപ്പെടുത്താണ്. അപ്പോൾ ചാനലിൻ്റെ പേര് സ്ട്രെയിറ്റ് ടു ഹാർട്ട് എന്നാണ്. അതൊരു കുക്കിംഗ് ചാനലാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു സ്നാക്കുകളും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും മധുരത്തിൻ്റെ റെസിപ്പീസും ഒക്കെ ആയിട്ട് വളരെ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു രീതിയിൽ ചെയ്യുന്ന ഒരു കുക്കിംഗ് ചാനലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള നാരങ്ങയുടെ തൊലിയും ഞാനെടുത്ത് കളഞ്ഞായിരുന്നു കേട്ടോ. അതാ ഒരു വർത്തമാനത്തിൻ്റെ ഇടയിൽ പെട്ടതുകൊണ്ടാണ് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനകത്ത് ഇതൊന്ന് മാറ്റിയെടുത്ത് വറുത്തെടുക്കാം. പക്ഷെ ഞാൻ ഇന്നിവിടെ ഉണ്ണിയപ്പച്ചട്ടിയിലാണിത് വളരെ കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ കൈയൊക്കെ ഒന്ന് കഴുകി അല്പം നല്ല തണുത്ത വെള്ളം നമ്മുടെ കയ്യിലൊന്ന് ആക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു നല്ല റൗണ്ട് ആയിട്ടുള്ള ഷേപ്പിൽ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ണിയപ്പച്ചട്ടിയിലായതുകൊണ്ടാണ് ഈ ഒരു ഷേപ്പ് എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് വറുത്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഞാനിത് ഒരു പാത്രത്തിനകത്തോട്ട് ഈ ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തത് നമ്മുടെ ഈ എന്താ പറയുക, കുഞ്ഞു കുഞ്ഞു ബോൾസൊക്കെ ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ് വറുത്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്, വെളിച്ചെണ്ണയല്ല. വെളിച്ചെണ്ണ വേണ്ടുന്നവർക്ക് വെളിച്ചെണ്ണ എടുക്കാം, അതൊരു നാടൻ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ. ഞാനിപ്പം ആ ഒരു കണക്കിലങ്ങ് ഒഴിച്ചു എന്ന് മാത്രം. ഇപ്പോൾ ഒരു സ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ, ടീസ്പൂൺ കണക്ക് പറയുകയാണെങ്കിൽ 1/2 ടീസ്പൂൺ എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു
ഓരോ കുഴിക്കകത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളിത് ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ, അത് ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് ഷേപ്പ് ആക്കണമെങ്കിൽ ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഷേപ്പ് ഒന്ന് ആക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഓരോ കുഴികളിലോട്ടും വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതിൻ്റെ നേരമൊക്കെ മാറി വരും. പിന്നെ നമ്മൾ ഇതിനകത്ത് കോൺഫ്ലവറും അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് ഉള്ള ആ കാരണം കൊണ്ടും ഒക്കെ ഇത് നല്ലൊരു പുറമേയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അകൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്ക് കഴിക്കാനായിട്ട്. ഇനി അതല്ല നിങ്ങൾക്ക് ഗരം മസാല അങ്ങനത്തെ ഫ്ലേവർ ഒത്തിരി കുത്തലായി പോവും എന്ന് തോന്നുവാണെങ്കിൽ ഗരം മസാലയ്ക്ക് പകരം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർക്കുക. അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ അത്രയും വേണമെന്നില്ല, അതിനേക്കാളും ഇച്ചിരി കുറവുള്ള അളവിൽ നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇതെന്ന് പറയുന്നത് നല്ല എരിവുള്ളൊരു സ്നാക്കാണ്. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ നമുക്ക് നല്ല ചൂട് ചായയ്ക്കും ഒപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. അപ്പം ഇനി ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഇതൊന്ന് നമുക്കൊരു പാത്രത്തിലോട്ട് വറുത്ത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ട്, മംസ് ഡെയിലി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ആരും ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ മംസ് ഡെയിലി എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാം. അതാകുമ്പോൾ നിങ്ങൾക്ക് MP4-നകത്ത് തന്നെ MP4 ആയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കാണാം. കുറച്ചും കൂടെ ആക്സസിബിലിറ്റി കൂടുതലാണെന്ന് എന്നോട് കുറേ പേര് പറഞ്ഞു. ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞെന്ന് ഇച്ചിരി കൂടെ എളുപ്പമുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിലൊരു പേജൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അധികമായിട്ടില്ല, ഈ അടുത്താണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുന്നത് പോലെ ആ ലിങ്കിലൊന്ന് പോവുക. നമ്മുടെ വീഡിയോസൊക്കെ MP4 ആയിട്ട് കാണാനുള്ള സൗകര്യം അതിനകത്തുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ കളറൊക്കെ നോക്കിക്കുക, നല്ലൊരു കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇച്ചിരി കൂടെ ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ അല്പസമയം കൂടെ ഇതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഫ്ലെയിമിൻ്റെ കാര്യം മറന്നുപോയി. ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണിത് ഒന്ന് വറുത്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് മീഡിയം, ഇടയ്ക്കൊന്ന് ലോയിലോട്ട് മാറ്റാം. ഒത്തിരി പെട്ടെന്ന് ഇതിന് ചട്ടിക്കൊക്കെ ചൂട് കൂടുതലാണ്, ഉണ്ണിയപ്പ ചട്ടിക്കൊക്കെ. അപ്പം അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ തന്നെ നല്ല ചൂടുണ്ടാവും ചട്ടിക്ക്. അപ്പോൾ അടുത്ത് തന്നെ നിന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ബാച്ച് ഇവിടെ റെഡിയാണ്. ഞാൻ അടുത്ത ബാച്ച് എന്ന് പറയാനൊന്നുമില്ല, ഒരു 4-5 എണ്ണേ ഉള്ളൂ. അതും കൂടെ ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡിയാണ്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ അകം എങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത് കാണേണ്ടതാ. ഇങ്ങനെയാണ് ഇതിൻ്റെ അകമൊക്കെ ഇരിക്കുന്നത്. ഇതിന് സവോളയും ക്യാരറ്റും ഒക്കെ നമുക്ക് കടിക്കാൻ കിട്ടുന്നതൊക്കെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ആ ഒരു ഗരം മസാലയുടെ ഇച്ചിരി ഒരു ടേസ്റ്റൊക്കെ മുന്നേ നിൽക്കുന്നത് കൊണ്ടും ഒരു ചെറിയ പുളിപ്പൊക്കെ ഉണ്ട് നാരങ്ങ നീര് ചേർത്തത് കൊണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചൂടൻ എരിയൻ സ്നാക്കാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.